ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദേ ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ. അപ്പം ഞങ്ങൾക്ക് ദേ അയൽക്കൂട്ടം ഉണ്ട് കേട്ടോ. സാധാരണ അയൽക്കൂട്ടം ഞായറാഴ്ചയാണ് വരാറുള്ളത്, ഞങ്ങൾ ശനിയാഴ്ചയാണ് കേട്ടോ കൂടുന്നത്. അപ്പോൾ അയൽക്കൂട്ടം കൂടാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം നല്ല വെയിലായിരുന്നു കേട്ടോ 2 ദിവസമായിട്ട് ഇവിടെ. അപ്പം ഇത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു ഇടവഴിയാണ് കേട്ടോ. അതിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വഴിയൊക്കെ പലപ്പോഴും ഞാൻ പല വീഡിയോകളിലും കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും ഓരോ തവണ ഇതുവഴി നടന്നു പോകുമ്പോഴും ഓരോരോ ഫീലാണ് കേട്ടോ. കാരണം പണ്ട് സ്കൂളിലൊക്കെ രാവിലെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന വഴികളായതുകൊണ്ട് തന്നെ ഇതൊരു വാഗമരമാണ് കേട്ടോ. ആ വാഗമരത്തിന് നമ്മുടെ ഈ കൈനകത്തേൽ ഇങ്ങനെ എഷിയുടെ നഖം പോലെ വെക്കില്ലേ, അങ്ങനത്തെ പൂവൊക്കെ വീഴുമായിരുന്നേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്ന് പെറുക്കിയെടുത്ത് കയ്യിൽ വെക്കാനും ഇങ്ങനെ എഷിയാന്നൊക്കെ പറഞ്ഞ് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നേ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ സ്കൂളിലോട്ടൊക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്കൂളിൽ ബെല്ലടിക്കാറൊക്കെ ആകുമ്പോഴത്തേനും ഓടിപ്പോയ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതാണ് പള്ളി. പഴയ പള്ളി ഇതല്ലായിരുന്നു കേട്ടോ. പഴയ പള്ളി അങ്ങോട്ടായിരുന്നു കേട്ടോ പഴയ പള്ളിയുടെ ദർശനം. ഇതിപ്പം പുതിയ പള്ളി പണിതപ്പോൾ ഈ ഭാഗത്താണ് കേട്ടോ അതിൻ്റെ മുൻവശം വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് ദൂരം ഇല്ല കേട്ടോ. നമ്മൾ സ്പീഡിൽ നടക്കുകയാണെങ്കിൽ 7 മിനിറ്റ് കൊണ്ട് എത്തും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇതാണ് കേട്ടോ ഞാൻ 4ാം ക്ലാസ്സിൽ ഞാൻ 4ൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിവിടെ ഇടമറ്റത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ കാണുന്ന ഗ്രൗണ്ടിൽ കൂടെയൊക്കെ ഒത്തിരി ഓടി നടന്ന് കളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാണുന്ന ബസ് നമ്മുടെ വീടിൻ്റെ അതിലൂടെ പോകുന്ന ബസ്സാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് തൊട്ട് താഴോട്ട് ഞാൻ പറഞ്ഞില്ലേ ഇടകഴി, അത് ഇറങ്ങി താഴെ വന്ന് നിൽക്കുമ്പോൾ പോകുന്ന ബസ്സാണ് കേട്ടോ. ഇന്നലെ ഞാൻ ഈ ബസ്സിനാണ് വരാനിരുന്നത്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് വേറൊരു ബസ് കിട്ടി, ഞാൻ പിന്നെ അതിനാണ് വന്നത്. ഇതാണ് ഞാൻ 5 തൊട്ട് 10 വരെ പഠിച്ച സ്കൂളെ. അപ്പോൾ ഈ സ്കൂളിലാണ് കേട്ടോ ഞാൻ 5 മുതൽ 10 വരെ പഠിച്ചത്. ഇൻ്റർവെല്ലിനൊക്കെ വന്ന് ഈ മരത്തിൻ്റെ ചുവട്ടിൽ മിഠായിയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളിടയ്ക്ക് പുറത്ത് കടയിലൊക്കെ പോയി മിഠായിയൊക്കെ മേടിക്കുമായിരുന്നേ. അതൊക്കെ നല്ല നല്ല ഓർമ്മകളാണ്. പിന്നെ അയൽക്കൂട്ടം കൂടാൻ വേണ്ടി വന്ന് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ അവിടെയാണ് കേട്ടോ കൂടുന്നത്. അങ്ങനെ ഞങ്ങൾ അയൽക്കൂട്ടമൊക്കെ കൂടി. അപ്പോഴത്തേനും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓടി നടക്കാനൊക്കെ. അപ്പോൾ അവിടെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പഞ്ചായത്തുകാരൊക്കെ നേരത്തെ പൂട്ടി പോയായിരുന്നു, പഞ്ചായത്തിലുള്ളവരൊക്കെ. അപ്പോൾ അവിടെ കിടന്ന് ഭയങ്കര കളിയായിരുന്നേ. പിന്നെ അയൽക്കൂട്ടമൊക്കെ കൂടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണേ. അപ്പോൾ ഇവിടെയും കൊണ്ട് കടയിൽ കയറാമെന്ന് പറഞ്ഞായിരുന്നേ. അപ്പോൾ കടയിലൊക്കെ കയറണമെന്ന്. അപ്പോൾ അവിടെയും കൊണ്ട് കടയിൽ കയറിയിട്ട് കടയിൽ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ണാപ്പിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കൊടുത്തേരെ ചേച്ചി അതാ. ആ ഡോണറ്റല്ലേ തൊട്ട് കാണിക്കുന്നത്? ഡോണറ്റല്ലേ തൊട്ട് കാണിക്കുന്നത്? എന്നാ തൊട്ട് കാണിക്കുന്നത്? ആ തിന്നുവാ മൊത്തം. ചോക്കോസ് മേടിച്ചോ. മൊത്തം തിന്നില്ല, അടിക്കും ഞാൻ. 25 രൂപയാണ് കൂട്ടൊരെണ്ണത്തിന്. പിന്നെ കടയിലൊക്കെ കയറിയിട്ട് ഇറങ്ങി ഞങ്ങൾ ഇച്ചിരി പച്ചക്കറി മേടിക്കാൻ വേണ്ടി വേറൊരു കടയിലും കൂടെ കയറിയിട്ട് ആ കടയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ കടയിൽ കയറി പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാണ് കേട്ടോ. ഒരു ഓട്ടോയ്ക്കാണ് കേട്ടോ വീട്ടിലോട്ട് പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അധികം ലെങ്തുള്ള വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് പോകുന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ കടയിൽ കയറി ചായ കുടിച്ചതിൻ്റെയൊക്കെ ബില്ലിൻ്റെ കാര്യം പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തോ അവിടെ കണക്കിൻ്റെ ഏതാണ്ട് മിസ്റ്റേക്കൊക്കെ പറ്റിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ അതിരുന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. വീട്ടിൽ വന്നു കേട്ടോ. നല്ല നടുവേദനയാണ്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.